നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? ആര്യങ്കാവിന് റോസ്മലക്കടുത്ത. അല്ല, റോസ്മല കയറും അല്ലേ? ഇത് റോസ്മലയാണ്. റോസ്മലയാണ്. അയ്യോ, ക്ഷീണിച്ചു. എന്നുവെച്ചാൽ നമ്മൾ റോസ്മല ടവറാണ് ഇനി അങ്ങറ്റത്ത് റോസ്മല ടവറും വ്യൂ പോയിന്റും. അതെ. അപ്പോൾ നമ്മൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി, അത് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ആര്യങ്കാവ് ഞങ്ങളുടെ ഒരു മാമിൻ്റെ വീട്ടിൽ നിന്ന് വന്നു. അവിടെ നിന്ന് ഞങ്ങൾ ജീപ്പിലാണ് റോസ്മലയ്ക്ക് വന്നു. ഇനി ഞങ്ങൾ മലയുടെ മണ്ട കയറുക. ജീപ്പിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ജീപ്പിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലതൊരു 2 വീലർ ബൈക്ക് വരുന്നതാണ്. അതെ, നല്ല ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടാൻ ബൈക്ക് വരുന്നത് നല്ലതായിരിക്കും. ക്ഷീണിച്ച് കാലം കൊണ്ട് വലിയുന്നില്ല. ക്ഷീണിക്കുമെന്ന് എനിക്കറിയാം. നമ്മളെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയി നടക്കാത്തോണ്ടേ അതെ, ഇതൊക്കെ കേറുന്ന ഒരു പാടാ. ക്ഷീണിച്ചിരിക്കുന്ന ജാനി നടക്കാൻ വയ്യാതെ എനിക്ക് വയ്യാന്ന് പറഞ്ഞു വിടിയിരുന്നു. കുറെ നാളായി നടന്നിട്ടേ, അതാ അതുകൊണ്ട് വയ്യ അണയ്ക്കുന്നു. യെല്ലോ സ്നേക്ക് ട്രീ, കാണുന്ന യെല്ലോ സ്നേക്ക് ട്രീ. പൂപ്പാതിരി കരിങ്ങഴ. മതി ബാ, ഇവിടെ നിൽക്കാം. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. കുഞ്ഞി ഐലൻഡുകൾ നിൽക്കുന്ന പോലെ. അതെ, നമുക്ക് ഈ ഐലൻഡിൽ പോകാൻ പറ്റുമോ? ഇല്ല, പക്ഷെ ഭയങ്കര രസമുണ്ടല്ലേ. പ്രകൃതി ഭംഗി ആസ്വദിക്കുവാണോ? അതെ, പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. അയ്യോ, ഞങ്ങൾ റോസ്മല കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിലുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയി കാണുന്നത്. ഇത് ജീപ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ റോസ്മലയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അമ്പനാട് ഹിൽസിൽ നിൽക്കുക. അമ്പനാട് ഹിൽസാ അല്ലേ? അതെ. എന്നിട്ട് നമ്മളൊരു പാറയുടെ മണ്ട കയറാം. സ്റ്റേറ്റിന്റെ 2 മലയുണ്ട് ഇവിടെ. മലയല്ല, പാറയാണ്. നമ്മള് വേറെ ജീപ്പിലൊക്കെ വന്നോണ്ട് നമുക്ക് ആ ട്രാവൽ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല രസം. ഒരു മലയുടെ മണ്ടയ്ക്കൊക്കെ വേറെ ആളുകളുണ്ട്. ഒരു മലയുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ മല കാണാം. ഇവിടെ അവിടെ നിന്ന് വരുന്ന ആ ഒരു ട്രാവൽ അല്ലേ, ഒരു മൂന്നാർ വൈബൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഒരു മിനി. തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോഴല്ല ഇവിടെ നട്ട വെയിലല്ലേ. പക്ഷെ എന്നാലും നമ്മുടെ സ്ഥലത്തിന് അത്രയും ഒരു വെയിലൊന്നും ഇവിടെ ഇല്ല. വെയിലും ഒരു ചൂടും ഇല്ല. ഇവിടെ ചെറിയ തണുപ്പ്, ചെറിയ ഇളം കാറ്റ്. നമ്മൾ ഈ പാറയുടെ മണ്ട നിൽക്കുവാണെങ്കിൽ ഈ വെയിൽ നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ വലിയ ചൂടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ അടൂരിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് നമ്മളെവിടെ വന്നു? റോസ്മലയ്ക്ക് പോയി. ആര്യങ്കാവ് വന്ന് പ്രോപ്പർ ആര്യങ്കാവിൽ നിന്ന് ഉള്ളിലോട്ടാണ് റോസ്മല. ഒരു 10-13 കിലോമീറ്ററോളം കാണും. അത് നല്ലൊരു സ്പോട്ടായിരുന്നു. അവിടുത്തെ ഒരു നമ്മൾ സാധാരണ കാണുന്ന ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഒരു വ്യത്യസ്തതയുള്ള ഒരു വ്യൂ പോയിന്റ്. അവിടെ നമ്മൾ തിരിച്ച് അമ്പനാട് കയറി വന്നു. അമ്പനാട് ആ വരുന്ന റോഡ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് പക്ഷെ ഒരു കഷ്ടമായി പോയി. കാരണം നല്ല രസമാണ്. അതെ, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ വരുന്നതായിരിക്കും. അതെ, അമ്പനാട്ട തേയിലത്തോട്ടമല്ല, അമ്പനാട്ട തേയിലത്തോട്ടം. നമ്മൾ തേയിലത്തോട്ടം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റും കാണാൻ എന്തിനല്ലേ വാഗമൺ, കൊടൈക്കനാൽ, ഊട്ടിയിലൊക്കെ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ നമ്മുടെ അടുത്ത് പുനലൂരുള്ളപ്പോ. ഇത് പുനലൂരല്ലേ? പുനലൂരെന്ന് പറയാം. ഇതിപ്പോ അമ്പനാട് നമ്മളങ്ങ് തമിഴ്നാടിനടുത്തോട്ട് എത്തി. പക്ഷെ പുനലൂർ അടുത്താ. പുനലൂരുള്ളവർക്ക് പെട്ടെന്ന് വന്ന് കണ്ടുപോകാം. അതെ, ഞാൻ അവളെ ഒറ്റക്കിട്ടിട്ട് വന്നു എന്നാണ് അവള് പറയുന്നത്. സൂപ്പർ അടിപൊളി കാറ്റ്. നമ്മൾ ബൈക്കിൽ വന്നിരുന്ന കുറച്ചുകൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി പോകാൻ. പക്ഷെ വേറെ കാര്യമുണ്ട്, നമുക്ക് അറിയത്തില്ല. ഈ പുള്ളിക്ക് നമ്മളെ ജീപ്പിൽ കൊണ്ടുവന്ന പുള്ളിക്ക് ഇവിടുത്തെ ഇതുപോലത്തെ സ്ഥലങ്ങളും റൂട്ടുകളും എല്ലാം അറിയാം. ഇങ്ങനെ വരേണ്ട സ്ഥലങ്ങൾ, അതുകൊണ്ട് ഇവിടുത്തെ ആരെയും നമുക്കൊന്ന് പറഞ്ഞു തരാനുണ്ടെങ്കിൽ. പക്ഷെ ഇനി വേണമെങ്കിൽ വന്നാൽ കണ്ടുപിടിച്ച് നമുക്ക് ഇവിടെ വരാം. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ബൈക്ക് കൊണ്ട് വരാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ എന്റെ ഡൗട്ട്. നല്ല ഒന്നാന്തരം കാറ്റ്. അപ്പൊ എന്താ അമ്പനാടിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല ഈ ഒരു സ്പോട്ട് അടിപൊളി. മറ്റേ മുമ്പേ നമ്മൾ പാറ ഇടുന്നപ്പോൾ അവിടെ കുറച്ച് വെയിലായിരുന്നു. അവിടെ ഏത് സമയത്താണ്? രാവിലെ വരുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ ആനയൊക്കെ കാണും. പിന്നെ വീട്ടിൽ ചെല്ലുമെന്നൊരു ഉറപ്പില്ല. രാവിലെ ഒരു ഈ വെയിലൊക്കെ വരുന്നതിന് മുന്നേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് വെയിലില്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ടായിട്ട് ഇവിടെ നിൽക്കാൻ നല്ല കാറ്റ്, ഭയങ്കര കാറ്റാ. എന്തായാലും അത്യാവശ്യം വന്നാൽ വർത്തായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എല്ലാരും വന്ന് കാണുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു ബൈക്കൊക്കെ എടുത്ത് കപ്പിൾസ് ആണെങ്കിലും നിങ്ങൾ 2 വീലറിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു. അതെപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഈ വൈൽഡ് കാട് എക്സ്പ്ലോർ ചെയ്യാൻ 2 വീലർ ആയിരിക്കും നല്ലത്. റോ ആയിട്ടുള്ള ഒരു എലമെന്റ്സ് കിട്ടുന്നത് അപ്പോഴാണ്.
അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അടുത്ത സ്പോട്ടിലോട്ട് പോവാം. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? പാലരുവി വാട്ടർഫാൾസ്. എന്തിനടി ഓടുന്നേ? ഓ, പാലരുവി വാട്ടർഫാൾസിൽ വരണമെങ്കിൽ നമുക്ക് അങ്ങ് മെയിൻ റോഡിലെ വണ്ടി വെച്ചിട്ട് അവരുടെ വണ്ടിയിലേ വരാൻ പറ്റത്തുള്ളൂ. അതൊരു ദുരിതമല്ലേ? നമ്മുടെ വണ്ടി വരാൻ പറ്റുമെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു. ഇച്ചിരി നല്ലതായിരുന്നു. വെള്ളമൊന്നുമില്ല, കാരണം ഭയങ്കര ചൂടാണ്. അതിക്കൊടും വേനൽ കാരണം വെള്ളം വറ്റിപ്പോയി. വെള്ളം എല്ലാം പറ്റി. 4 നണി വെള്ളം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ചെറുതായിട്ട് എവിടേക്കോ ഒഴുകുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അതുകൊണ്ട് ഈ കാണുന്നതാണ് അനോണേസിയ ഫാമിലിയിലുള്ള മഞ്ഞാറ. ഈ പാലരുവിയിലേ കറക്റ്റ് വെള്ളമുള്ളപ്പോൾ ഇവിടെ നിന്ന് അത് തെറിച്ച് വീഴും. ഇവിടെ നിന്ന് ആ വെള്ളത്തിന്റെ എരിച്ചിൽ ഇങ്ങനെ വീഴും. നല്ല രസം അത്. പക്ഷേ ഒരു വെള്ളമൊന്നുമില്ല. കാണുന്നതാണ് ശോഷിച്ച പാലരുവി. ഇവിടുത്തെ വെള്ളത്തിന്റെ കൂടുതൽ കാരണം ഇന്നും കൂടെ ഉള്ളു ഇവിടെ. കൂട്ടാൻ പോവാ. ഇനി ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തുറക്കത്തില്ല. ഇനിയിപ്പോ സീസണൊക്കെ ആകുമ്പോഴേ വെള്ളമൊക്കെ ആയിട്ട് മഴയൊക്കെ വന്നിട്ട് തുറക്കത്തുള്ളായിരിക്കും. എന്തായാലും ഇന്നും കൂടെ ഉള്ളൂ. വന്നോണ്ട് 4 നണി വെള്ളം കണ്ടു. ഇനിയിപ്പോ നമുക്ക് പോകാം. ഇനി നമ്മുടെ പരിപാടി എന്തോ? ഇനി നമ്മുടെ പരിപാടി തിരിച്ച് നമുക്ക് മാക്സി എടുക്കാം, വീട്ടിൽ പോവാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പോകുന്ന വഴിക്ക് വഴി വല്ലതും കണ്ടാൽ അത് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ എന്ന ശുഭാപ്തിവിശ്വാസത്തോടെ ഞങ്ങൾ നിർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ മാത്രമല്ല, അടുത്ത വീഡിയോയിൽ അമ്മ അപ്പയൊക്കെ കാണുമായിരിക്കും അല്ലേ? ഇതിപ്പോ ഞങ്ങൾ മാത്രമായിട്ട് വന്നതാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.